ജെയിംസ് നമ്മളെ വിട്ടുപോകാത്തൊരു ബാധയാണെന്ന് എനിക്കിന്ന് മനസ്സിലായി. അയാളുടെ ബലം സോളമന്റെ മൗനമാണ്. ഞാൻ എങ്ങനെയൊക്കെ ചോദിച്ചിട്ടും ശ്രമിച്ചിട്ടും സോളമൻ ആ രഹസ്യം എന്നോട് പറയാൻ തയ്യാറല്ല. ഞാൻ അഡ്ജസ്റ്റ് ചെയ്യണമെന്നാണ് സോളമൻ പറയുന്നത്. അങ്ങനെ ചെയ്യുന്നതല്ലേ നല്ലതെന്ന് ഞാനും ചിന്തിച്ചു. ഉത്തരം കിട്ടിയത് അല്ല എന്ന്. ഒരു പ്രശ്നം ഉണ്ടായാ അതൊരു വലിയ പ്രശ്നമായി മാറുന്നു എന്ന് മനസ്സിലായാൽ എത്രയും പെട്ടെന്ന് പരിഹാരം ചെയ്യുന്നതാ നല്ലത്. അല്ലെങ്കിൽ പിന്നെ ഒരിക്കലും നമുക്കത് പരിഹരിക്കാൻ പറ്റിയെന്ന് വരില്ല. അതുകൊണ്ട് ഞാനൊരു തീരുമാനം എടുത്തു. ഇന്ന് രാത്രിക്കുള്ളിൽ ആ രഹസ്യം സോളമൻ എന്നോട് പറയണം. പറഞ്ഞില്ലെങ്കിൽ എനിക്കത് ബുദ്ധിമുട്ടായി മാറും. ആ മാറ്റം ഞാൻ എങ്ങനെ പ്രകടിപ്പിക്കുമെന്ന് എനിക്കിപ്പോ പറയാൻ പറ്റില്ല. ഞാൻ ചില കടുത്ത തീരുമാനങ്ങൾ എടുത്തുന്ന് വരും. സോഫി, മണ്ടത്തരാ നീ കാണിക്കാൻ പോകുന്നു. ആയിരിക്കാം. പക്ഷേ ഇക്കാര്യത്തിൽ ഞാൻ കാണിക്കുന്ന ഈ മണ്ടത്തരമാണ് ശരിയെന്ന് വിശ്വസിക്കാനാ എനിക്കിഷ്ടം. എന്റെ ഈ വാശി കൊണ്ട് പ്രശ്നങ്ങൾ തീരും തോന്നുന്നുണ്ടോ? ഇല്ല, സോളമൻ പറയുന്ന ഞാൻ കരുതുന്നില്ല. പക്ഷെ അവസാനം വരെ ശ്രമിച്ചു എന്ന് സ്വയം ബോധ്യപ്പെടാനെങ്കിലും എനിക്കിത് ചെയ്തേ പറ്റൂ. മറ്റൊരു വഴി എന്റെ മുമ്പിലില്ല. വഴികളില്ലാഞ്ഞിട്ടല്ല, നിനക്കത് തിരഞ്ഞെടുക്കാൻ വയ്യ. നിനക്കെല്ലാത്തിനും വാശിയല്ലേ, എന്നെ തോൽപ്പിക്കുന്നുള്ള വാശി. അതെ, ഇക്കാര്യത്തിൽ എനിക്ക് വാശി തന്നെയാ. പക്ഷെ അത് സ്നേഹം കൊണ്ടുള്ള വാശിയാണെന്ന് സോളമൻ മനസ്സിലാക്കുന്നില്ല. അതെ, അതെന്റെ ഗതികേടാ. ഞാനാണോ ആ ഗതികേട് ഉണ്ടാക്കിയത്? അത് സ്വയം ഉണ്ടാക്കിയതാണോ? നമ്മൾ രണ്ടല്ലെന്നും ഒരൊറ്റ മനസ്സാണെന്നുമായിരുന്നു ഇതുവരെയുള്ള എന്റെ വിശ്വാസം. നമുക്കിടയിൽ ഒരു പ്രശ്നം ഉണ്ടായാൽ അത് ഒരുമിച്ച് നേരിടണം, അതായിരുന്നു എന്റെ രീതി. അതൊക്കെ അനുവദിക്കാതിരുന്നത് സോളമനാ. ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല. ആലോചിക്കാൻ ഒരുപാട് സമയമുണ്ട്. ആലോചിച്ചൊരു മറുപടി പറയും. നീ ഭീഷണിപ്പെടുത്താണോ? ഒരിക്കലുമല്ല. സ്വയം തിരുത്താൻ തയ്യാറാവാത്ത ഒരാൾക്ക് കുടുംബത്തോട് സ്നേഹമുള്ള ഒരു ഭാര്യ തരുന്ന മുന്നറിയിപ്പ്, അത്രേ ഉള്ളൂ. സ്നേഹം കാണിക്കുന്നേ ഇങ്ങനെ വേദനിപ്പിച്ചിട്ടല്ല. എന്നെ സോളമൻ എത്ര വേണമെങ്കിലും വേദനിപ്പിക്കാം, എന്നിട്ട് എല്ലാം മറക്കണമെന്ന് പറയാം. ഞാനൊരു മനുഷ്യ സ്ത്രീയാ. എനിക്കുണ്ട് എന്റേതായ വിശ്വാസങ്ങൾ. സോളമൻ എന്നെ തല്ലിയ പോലും ഞാൻ സഹിച്ചേനെ. പക്ഷേ ഈ അവഗണന, അതെനിക്ക് സഹിക്കാൻ പറ്റില്ല. സോഫി, നിനക്കെന്നെ മനസ്സിലാവഞ്ഞിട്ടാ. നിനക്കെന്നല്ല, ആർക്കും എന്നെ ഇതുവരെ മനസ്സിലായിട്ടില്ല. എല്ലാവർക്കും മനസ്സിലാവും. സോളമൻ ഉള്ളിൽ സൂക്ഷിച്ചിരുന്ന ആ രഹസ്യം പുറത്തെടുത്താൽ അത് മാത്രമേ ഉള്ളൂ നമുക്കിടയിലെ തർക്കം. അത് മാറിയ എല്ലാം പഴയതുപോലെ ആവും. മാറിയില്ലെങ്കിൽ എനിക്കറിയില്ല നമ്മുടെ ജീവിതം എന്തായി തീരുമെന്ന്. ഭക്ഷണം കഴിക്കാം. വേണ്ട. വേണ്ടേ? വേണ്ട. ജെയിംസുമായിട്ടുള്ള ഇടപാട് വള്ളി പുള്ളി തെറ്റാതെ എന്നോട് പറഞ്ഞില്ലെങ്കിൽ ഞാൻ ഈ വീട്ടിൽ നിന്ന് പച്ചവെള്ളം പോലും കുടിക്കില്ല. വാശിയാണോ? എന്ത് വേണമെങ്കിലും കരുതാം. സോഫി, അല്ലെങ്കിൽ തന്നെ നിനക്ക് വയ്യ. അതിന്റെ ഇടയിൽ ഭക്ഷണം കൂടെ കഴിക്കാതിരുന്നത് എങ്ങനെയാണ്? സോളമൻ കാണിക്കുന്ന ഈ അവഗണനേക്കാളും വലുതല്ല ഒന്നും. ഞാൻ എന്ത് കാണിച്ചെന്നാ? ചിന്തിച്ചു നോക്ക്, അപ്പൊ മനസ്സിലാവും. തർക്കിക്കാൻ ഞാനില്ല. വെറുതെ മമ്മയും ട്രീസി അറിയിക്കണ്ട. എന്തിനാ വെറുതെ അവരെയും കൂടി വിഷമിപ്പിക്കുന്ന? സോളമന് വിശക്കുന്നുണ്ടെങ്കിൽ പോയി കഴിക്കും. എന്താ വരുന്നില്ലേ? എനിക്ക് നല്ല വിശപ്പില്ല മമ്മ. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. വഴക്കിട്ടോ? നിങ്ങൾ ഇങ്ങനെ തുടങ്ങിയ കഷ്ടാട്ടോ. കൊച്ചു കുട്ടികളാന്ന വിചാരം. നല്ല സന്തോഷത്തോടെ ഇരിക്കേണ്ട സമയോ. വന്നേ, വന്ന് കഴിക്കേ. വേണ്ട മമ്മ. എന്തെങ്കിലും കുറച്ച് കഴിക്കേ.
ഇല്ല മമ്മ, വിശപ്പില്ലഞ്ഞിട്ടൊന്നുമല്ല. സോളമൻ ആദ്യം എന്നെ അംഗീകരിക്കട്ടെ, എന്നിട്ട് ഞാൻ വന്ന് കഴിക്കും. എന്താ പുതിയ ഇഷ്യൂ? ഇഷ്യൂ പഴയത് തന്നെ. 24 മണിക്കൂർ സമയം തന്നിരിക്കുക, രഹസ്യം പറയണോ. അവക്ക് വാശിയാണെങ്കിൽ എനിക്കും വാശിയാ. ഞാൻ ഒരിക്കലും വാശി കാണിച്ചിട്ടില്ല. അങ്ങനെ കാണിക്കാതിരുന്നോണ്ടാ ഈ പ്രശ്നം ഇത്രയും വഷളായത്. എന്നോട് പറയാൻ പറ്റാത്ത എന്ത് രഹസ്യമാണ് ആ ജെയിംസുമായിട്ടുള്ളതെന്ന് എനിക്ക് അറിഞ്ഞേ പറ്റൂ. അതെന്റെ അവകാശമാണ്. പറഞ്ഞില്ലെങ്കിൽ ഇതിവിടം കൊണ്ട് തീരുമെന്ന് വിചാരിക്കണ്ട. ഇതുവരെ പറഞ്ഞതിൽ കൂടുതലൊന്നും എനിക്ക് പറയാനില്ല. നിനക്ക് സൗകര്യം ഉണ്ടെങ്കിൽ എന്നെ വിശ്വസിച്ചാൽ മതി, അല്ലെങ്കിൽ ഇഷ്ടമുള്ളല്ലോ ചെയ്തോ. സോഫിയുടെ പ്രയാസമൊക്കെ എനിക്ക് മനസ്സിലാവും. കുറച്ച് വിട്ടുവീഴ്ചയ്ക്ക് ആവാം. ചെയ്തല്ലോ, ഇത്രയും കാലം അത് തന്നെയല്ലേ ചെയ്തത്. എന്നിട്ടും ശരിയാവുന്നില്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യും? ആരും എന്നെ നിർബന്ധിക്കണ്ട. ഭക്ഷണം കഴിക്കില്ല എന്ന് പറഞ്ഞാൽ കഴിക്കില്ല. നീ കഴിക്കണ്ട. എന്തെങ്കിലും വരുത്തി വെച്ചാ ഇവിടെ നോക്കാൻ ഇഷ്ടം പോലെ ആൾക്കാരുണ്ടല്ലോ. രാത്രിക്ക് രാത്രി എന്തെങ്കിലും പറ്റിയാലേ ആശുപത്രി കൊണ്ടുപോകാനൊന്നും എന്നെ കിട്ടില്ല. വേണ്ട, എന്നെ ആരും എങ്ങോട്ടും കൊണ്ടുപോണ്ട. എനിക്കറിയാം എന്ത് ചെയ്യണോന്ന്. എന്നാ പിന്നെ നീ അത് ചെയ്യ്. ജോസൂട്ടി, നീ മിണ്ടരുത്. തെറ്റ് നിന്റെ ഭാഗത്താ. നിനക്കെന്താ അവളോട് സത്യം പറഞ്ഞ? മമ്മ, ഞാൻ ഒരു കാര്യം പറയട്ടെ. മമ്മ വേണ്ട, ഒരു ന്യായീകരണം എനിക്ക് കേക്കണ്ട. നീ ഇത് പറഞ്ഞിരിക്കണം. ഭർത്താവിനെ നന്നാക്കാനല്ലേ നീ വാശി പിടിക്കുന്നേ? നിന്റെ വാശിയുടെ കൂടെ ഞാനും ഉണ്ട്. ഇവൻ രഹസ്യം എന്താണെന്ന് പറയട്ടെ. അതുവരെ നിന്റെ പിണക്ക് നീ മാറ്റണ്ട. ബാട്രീസേ, നീ എന്താ ഈ നേരത്ത്? എന്റെ വീട്ടിലേക്ക് വരാൻ എനിക്ക് നേരവും കാലവും നോക്കണോ? അല്ല, ബാഗൊക്കെ ഉണ്ടല്ലോ കയ്യില്. ഒരു വഴിക്ക് പോകുമ്പോ ബാഗൊക്കെ വേണ്ടേ? അതെ, ചേച്ചി വന്നു. എന്താ എല്ലാരും ഇങ്ങനെ മിഴിച്ചു നോക്കുന്നേ? എന്നെ കണ്ടിട്ടാണോ? എന്നാ പിന്നെ സസ്പെൻസ് അങ്ങ് നീട്ടുന്നില്ല, പെട്ടെന്നങ്ങ് പറഞ്ഞേക്കാം. ഞാൻ ഇനി ഇവിടെയാ താമസിക്കാൻ പോകുന്നേ. കുറച്ചു ദിവസം കാണും. എന്നിട്ട് ഞാൻ ഉദ്ദേശിച്ച കാര്യം നടന്നില്ലെങ്കിൽ അതപ്പം നോക്കാം. നീ എന്തൊക്കെയാ പറയുന്നത്? ഇങ്ങോട്ട് പോരാൻ മാത്രം ഇപ്പൊ അവിടെ എന്താ ഉണ്ടായത്? പപ്പയ്ക്ക് വട്ട. ചേച്ചി ഒരു നമ്പർ ഇട്ടതല്ലേ? എവിടെയാ ചീച്ചാൻ? എങ്ങോട്ടാ രണ്ടാളും കൂടെ യാത്ര? ഹണിമൂൺ പോവാ പപ്പ. യാത്ര പറയാൻ വന്നതല്ലേ? അല്ല, ഞാൻ ഇങ്ങോട്ടായിട്ട് തന്നെ വന്നതാ. അതിന്റെ കാരണമാ ചോദിച്ചത്. അതൊക്കെയുണ്ട്, സോളമൻ അറിയാം. തൽക്കാലം നിങ്ങൾ ആരും അതറിയണ്ട. ചേച്ചി പേടിക്കണ്ട. എല്ലാ കാലവും നിങ്ങൾക്കൊക്കെ ഒരു ഭാരമായിട്ട് ഞാൻ ഇവിടെ നിൽക്കാനൊന്നും പോകുന്നില്ല. നേരത്തെ പറഞ്ഞല്ലോ എനിക്കൊരു കാര്യം അറിയാനുണ്ടെന്ന്. അതറിയാവുന്നത് ഇപ്പൊ സോളമന് മാത്രോ? സോളമൻ എന്നോട് പറയട്ടെ, എന്നിട്ട് ആലോചിക്കാൻ ബാക്കി. എന്നാലും നീ ഇറങ്ങിപ്പോന്ന ഒട്ടും ശരിയായില്ല മോളെ. ഭാര്യയും ഭർത്താവും തമ്മിൽ പല പ്രശ്നങ്ങളും ഉണ്ടാവും. അതൊക്കെ അവരുടെ ഇടയിൽ തീരണം. വാശി കാണിച്ച് ബാഗ് എടുത്തുകൊണ്ട് ഇറങ്ങിപ്പോരുകയല്ല വേണ്ടത്. അത് നല്ല സ്ത്രീയുടെ ലക്ഷണമല്ല. അത് ശരിയല്ല. നീ വാ, ഞാൻ കൊണ്ടാക്കാം. വരാൻ അറിയെങ്കിൽ പോവാനും എനിക്കറിയാം. അതിനെനിക്ക് ആരുടെയും സഹായം വേണ്ട. എന്റെ പ്രശ്നത്തിന്റെ ഗൗരവം അതെത്ര വലുതാണെന്ന് നിങ്ങൾക്ക് ആർക്കും അറിയില്ല. എന്നെ വിശ്വാസം ഇല്ലാത്തോണ്ടല്ലേ സോളമൻ എന്നോടത് പറയാത്തത്? അല്ലെങ്കിൽ ഞാൻ അറിയാൻ പാടില്ല എന്ന വാശി? രണ്ടായാലും ഒരു ഭാര്യ എന്ന നിലയ്ക്ക് ഞാൻ പിന്നെ എന്തിനാ അവിടെ ജീവിക്കുന്നേ? ഭർത്താവിനും ഭാര്യയ്ക്കും ഇടയിൽ രഹസ്യങ്ങളൊന്നും ഉണ്ടാവാൻ പാടില്ലെന്നാ ഞാൻ പഠിച്ചിട്ടുള്ളത്. അത് തെറ്റിയാ വിശ്വാസാ പോകുന്നത്. വിശ്വാസം പോയാ പിന്നെ എങ്ങനെയാ മമ്മി ഒരുമിച്ച് ജീവിക്കുന്നേ? ചേച്ചി എന്ന് വെച്ച് ഇങ്ങനെ ഒരു തീരുമാനം എടുക്കണോ? ഞങ്ങൾ എല്ലാവരും സംസാരിക്കാം സോളമനോട്. ചേച്ചി ഇപ്പോഴും സോളമന് ഇഷ്ടം തന്നെയാ. ചേച്ചി ഒരിക്കലും സോളമൻ ചതിക്കില്ല. അതെനിക്കറിയാം. എന്നോട് ഇഷ്ടമുണ്ട്.
അതിനേക്കാൾ 100 ഇരട്ടിയാ എനിക്ക് അങ്ങോട്ടുള്ള ഇഷ്ടം. ആ ഇഷ്ടം കൂടുതലാ എന്നെ കൊണ്ട് ഇതൊക്കെ ചെയ്യിക്കുന്നത്. നിങ്ങൾക്ക് ഞാൻ ചെയ്യുന്നത് തെറ്റാണെന്ന് തോന്നുന്നുണ്ടാവും, എടുത്തുചാട്ടമായി കരുതുന്നുണ്ടാവും. പക്ഷെ എന്റെ മനസാക്ഷിക്ക് മുന്നിൽ ഞാൻ ചെയ്യുന്നത് ശരിയാണ്, 100% ശരി. മോളെ, കല്യാണം കഴിഞ്ഞിട്ട് 3 മാസം പോലും ആയിട്ടില്ല. അപ്പൊ തന്നെ നിങ്ങൾക്ക് ഇങ്ങനെ വഴക്കിടേണ്ടി വന്നല്ലോ. മനഃപൂർവ്വം അല്ല മമ്മി, എല്ലാം ശരിയാവാൻ വേണ്ടിയാ എന്റെ ഈ ഇറങ്ങിപ്പോരൽ. സോളമൻ ഉരുക മനസ്സുകൊണ്ട്. അങ്ങനെ ഉരുകുന്നത് കണ്ടു നിൽക്കാൻ എനിക്ക് പറ്റില്ല. നീ പോകുന്നതുകൊണ്ട് സോളമന് സമാധാനം കിട്ടുമോ? അവൻ കുറെ കൂടി തകരുകയല്ലേ മോളെ ഇതുകൊണ്ടുണ്ടാവുക. ആ തകർച്ച അത് നല്ലതിന് വേണ്ടിയാ. ഒരു ചെറിയ കാര്യ, പിടിവാശി കാരണം അത് വലുതായി. ഇനി അത് പരിഹരിക്കാൻ സോളമന് മാത്രമേ പറ്റൂ. സോളമൻ അത് ചെയ്യട്ടെ. ഓ, സ്വയം ഭക്ഷണം കഴിക്കില്ലെന്ന് മാത്രമല്ല, എനിക്കൊന്നും എടുത്തു തരില്ല എന്ന് അവള് തീരുമാനിച്ചു കാണും. അതിന് സോഫി ഇവിടെ ഇല്ല. അവളോട് പോയി. അവള് വീട്ടിൽ പോയി. എന്താ, അങ്ങനെയല്ലേ ചെയ്യേണ്ടത്? നിനക്ക് അവളെക്കാളും വലുതല്ലേ ജെയിംസ്? അവള് രണ്ടും കൽപ്പിച്ചാണോ? ഞാൻ അവളെ ഒരു തെറ്റും പറയില്ല. നീ പെരുമാറുന്ന പോലെ അവള് നിന്നോട് പെരുമാറിയിരുന്നെങ്കിൽ എന്താകുമായിരുന്നു പ്രതികരണം? സഹിക്കാവുന്നതിനൊരു പരിധിയുണ്ട്. അത് കഴിഞ്ഞപ്പോഴവള് പോയത്. സന്തോഷത്തോടെയൊന്നുമല്ല, എന്നോട് പറഞ്ഞിട്ട് തന്നെയാ. പറഞ്ഞു പറഞ്ഞു കരഞ്ഞു. നിന്നെ അവൾ അത്രയധികം സ്നേഹിക്കുന്നുണ്ട്. പക്ഷേ ആ സ്നേഹം കാണാൻ നിനക്ക് കഴിഞ്ഞില്ല. സ്നേഹം കൂടിപ്പോയതാണ് എന്റെ കുഴപ്പം. ഒരുപാടായിപ്പോയി. അല്ലായിരുന്നെങ്കിൽ എല്ലാം എനിക്ക് തുറന്നു പറയായിരുന്നു. വരുന്നത് വരട്ടെ എന്ന് ചിന്തിക്കാമായിരുന്നു. അങ്ങനെ ചെയ്യാൻ തോന്നിയില്ല. അതെന്റെ തെറ്റാ, എന്റെ മാത്രം തെറ്റ്. ജോസൂട്ടി, ഇങ്ങനെ നെർവസ് ആവല്ലേ. സോഫി തിരിച്ചു വരും. ജോസൂട്ടി അങ്ങനെ അങ്ങ് ഉപേക്ഷിക്കാൻ സോഫിക്ക് പറ്റുമോ? എന്തൊക്കെ സമരങ്ങൾ നടത്തി സ്വന്താക്കിയ ആളാ. സമരങ്ങള് ഇങ്ങനെ തല്ലിപ്പിരിയാനായിരുന്നെങ്കിൽ എന്തിനായിരുന്നു ഈ നാടകം? മനസ്സമ്മതം കഴിഞ്ഞ പെണ്ണിനെയാ നീ കെട്ടിയത്. അത് ദൈവത്തിന് നിരക്കാത്ത പണിയാണെന്ന് എനിക്ക് അന്നേ തോന്നിയിരുന്നു. അതുപോലെ തന്നെ സംഭവിച്ചു. ഇപ്പം നിനക്ക് മനസ്സിലായോ? പ്രേമത്തെക്കാളും മുകളില ദൈവവും ഉണ്ടാക്കിയ നിയമങ്ങളൊന്ന്. തർക്കിക്കാൻ ഞാൻ ഇല്ല, ഞാൻ തോറ്റല്ലോ. പക്ഷേ ഇപ്പൊ കുറ്റപ്പെടുത്തുന്ന എല്ലാരും എന്നെ തിരിച്ചറിയുന്ന ഒരു ദിവസം വരും. അന്ന് മനസ്സിലായിക്കോളും ഈ ഞാൻ ആരായിരുന്നു. നീ തെറ്റൊന്നും ചെയ്യില്ലെന്ന് എനിക്കറിയാം, സോഫിക്കും അറിയാം. പക്ഷേ അത് തെളിയിക്കാനുള്ള ബാധ്യത നിനക്കുണ്ട്. വേദോപദേശ ക്ലാസ്സിൽ പറയുന്നത് നീ കേട്ടിട്ടില്ലേ? സീസറിന്റെ ഭാര്യ പരിശുദ്ധിയായാൽ മാത്രം പോരാ, അങ്ങനെയാണെന്ന് ജനങ്ങൾക്ക് ബോധ്യമാവണമെന്ന്. ആ തോന്നലുണ്ടാക്കുന്നതിൽ നീ പരാജയപ്പെട്ടു. നിന്റെ ആ തോൽവി അത് നിന്റെ ജീവിതത്തിന്റെ മുഴുവനും തോൽവിയായി മാറി. ഇങ്ങനെ വിചാരണ ചെയ്യില്ല ആന്റി, പാവം. എന്തുമാത്രം വിഷമിക്കുന്നുണ്ടെന്നറിയോ? എന്തിനു വിഷമിക്കണം? അതാ എനിക്കറിയേണ്ടത്. അതൊക്കെ അറിയേണ്ട സമയത്ത് അറിഞ്ഞാ പോരെ? പോരാ, ഞാൻ സോഫിയുടെ പക്ഷത്താ. അറിയണം, അറിഞ്ഞേ തീരൂ. ജോസൂട്ടി മുറിയിലേക്ക് പോ. ഞാൻ ആന്റിയെ പറഞ്ഞ് മനസ്സിലാക്കാം. വേണ്ട റീസ, എല്ലാരും എന്നെ വെറുത്തോട്ടെ, ഒറ്റപ്പെടുത്തിക്കൂട്ടെ. സോഫിക്ക് ഇതുവരെ എന്നെ മനസ്സിലായിട്ടില്ല. ഒരുപാട് പ്രേമിച്ചുകൊണ്ട് എന്താണ് കാര്യം? സോളമൻ തോറ്റു. ആ തോൽവി അങ്ങനെ തന്നെ നിൽക്കട്ടെ. ഒരാളെയും തിരുത്തണ്ട, ആരെയും. എന്ത് തീരുമാനിച്ചു? സോഫിയെ പോയി വിളിക്കുന്നില്ലേ? അവൾ എന്നോട് പറഞ്ഞിട്ടൊന്നുമല്ല പോയത്. പോയത് സ്വന്തം ഇഷ്ടപ്രകാരമാണെങ്കിൽ വരുന്നു, അങ്ങനെ തന്നെ മതി.
എന്താ ജോസൂട്ടി? ഇതിനു വേണ്ടിയാണോ ജോസൂട്ടി ഇക്കണ്ട ത്യാഗം മുഴുവൻ ചെയ്തത്? ഞാൻ അവളുടെ ഭർത്താവല്ലേ? സോഫി ചോദിക്കുന്നത് സോഫി ഒരു ഭാര്യയല്ലേന്നാ. രണ്ടാളുടെയും പ്രശ്നം അത് തന്നെയാ, സ്നേഹം. ജോസൂട്ടി പോണം, വിളിക്കണം. വിളിച്ച തീർച്ചയായും സോഫി വരും. ജോസൂട്ടി വന്ന് വിളിക്കണമെന്ന് സോഫി ആഗ്രഹിക്കുന്നുണ്ടാവും. ഞാനിങ്ങനെയൊന്നുമല്ല അവളെ കുറിച്ച് വിചാരിച്ചത്. സത്യസന്ധമായിട്ടൊന്ന് ആലോചിച്ച് നോക്കിയേ. സോഫിയുടെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റുണ്ടോ? ജോസൂട്ടിയുടെ നന്മയ്ക്ക് വേണ്ടിയല്ല അവളി കാണിച്ചു കൂട്ടുന്നത്. സത്യം അവൾ അറിയുന്നില്ലല്ലോ. അത് പറയാത്തോണ്ടല്ലേ. സത്യം അറിയാമെങ്കിൽ അവൾ ഇങ്ങനെയൊക്കെ പെരുമാറുവോ? ജോസൂട്ടിയായിട്ട് വഴക്കിടാൻ വരുമോ? ന്യായം കുറച്ചൊക്കെ അവളുടെ ഭാഗത്തുണ്ട്. സത്യം പറയണമെന്ന് തോന്നിയിട്ടുണ്ട് പലവട്ടം. പറയാതെ പിടിച്ചു നിന്നതേ അവളെ ഓർത്തിട്ട് മാത്രം. എന്നാലേ അതേ അവളെ ഓർത്ത് എന്നെ പോയി വിളിച്ചോണ്ട് വരണം. അല്ലെങ്കിൽ ഇതുവരെ നമ്മൾ ചെയ്തത് മുഴുവൻ വെറുതെ ആവും. അവിടെ വെച്ച് സോഫിക്ക് വല്ല തലയിറക്കോ മറ്റോ വന്നെന്ന് വിചാരിക്കേ, അവരപ്പ തന്നെ ആശുപത്രി കൊണ്ടുപോകും. കൊണ്ടുപോയാൽ എന്താ സംഭവിക്കാൻ പോകുന്നെന്ന് ഞാൻ പറയാതെ തന്നെ ജോസൂട്ടിക്ക് അറിയാലോ. സോഫി പ്രഗ്നന്റ് ആണെന്ന് ഡോക്ടർ പറയും. അത് സംഭവിക്കാതിരിക്കണമെങ്കിൽ ജോസൂട്ടി ചെന്ന് വിളിക്കണം. വൈകുന്ന ഓരോ നിമിഷവും അപകടം. ഞാൻ ചെന്ന് വിളിച്ച അവള് വന്നില്ലെങ്കിലോ? അവക്ക് സത്യം അറിയണമെന്ന് വാശി പിടിച്ചാലോ? അങ്ങനെ വാശി പിടിച്ച സത്യത്തെ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല. അങ്ങനെ ഒരു വാശിയിലാണ് അവളെങ്കിൽ സത്യം തുറന്നു വരേണ്ടി വരും. ഒന്നോർത്താ എന്നായാലും അത് വേണ്ടതല്ലേ. ചിലപ്പോ നമ്മൾ ഭയക്കുന്ന പോലൊന്നും സംഭവിക്കില്ല. നമുക്ക് ഈ പ്രശ്നം പരിഹരിക്കാന്ന് പറഞ്ഞാ സോഫി അവിടെ നിൽക്കുമായിരിക്കും. ജോസൂട്ടി കൊടുക്കുന്ന ധൈര്യം പോലെ ഇരിക്കും ഈ കേസിലെ സോഫിയുടെ ഭാവി. എനിക്ക് നല്ല പേടിയുണ്ട്. പേടി എനിക്കുണ്ട്. പറയാതിരിക്കാൻ പരമാവധി ശ്രമിക്കാം. എന്നിട്ട് സാധിച്ചില്ലെങ്കിൽ എന്തായാലും ചെല്ല്, വരുന്നത് പോലെ വരട്ടെ. ചേച്ചി, ഞാൻ നിന്നെ വിളിച്ചോണ്ട് പോകാനാ വന്നത്. ഞാൻ വരുന്നില്ല. സോഫി, വാശികളാ. വാശി എനിക്കല്ല, സോളമനാ. ജെയിംസുമായിട്ടുള്ള ഇടപാടിന്റെ രഹസ്യം പറയാതെ ഞാൻ വരുന്ന പ്രശ്നമില്ല. മോളെ, ആരും ഇതിൽ ഇടപെടണ്ട. ഞാനും സോളമനും തമ്മിലുള്ള പ്രശ്നം ഇത് ഞങ്ങൾ തീർത്തോളാം. നിന്നെ മമ്മ അന്വേഷിക്കുന്നുണ്ട്. അന്വേഷിച്ചോട്ടെ. എന്നോട് ചോദിക്കുമ്പോ ഞാൻ പറഞ്ഞോളാം കാരണം. വാശി പിടിക്കില്ലേ മോളെ? എനിക്കൊരു വാശിയില്ല. ഞാൻ പറയുന്നൊരു നിസ്സാര കാര്യം പോലും അനുസരിക്കാൻ സോളമൻ തയ്യാറല്ല. പിന്നെ ഞാൻ എന്തിനാ കൂടെ പോകുന്നേ? അപ്പൊ നീ വരില്ലേ? വരും, സത്യം അറിഞ്ഞ. സോഫി, അറിഞ്ഞാൽ നിനക്കത് താങ്ങാൻ പോലും പറ്റില്ല. ആദ്യം പറയ, എന്നിട്ടല്ലേ താങ്ങാൻ പറ്റോ ഇല്ലയോ എന്ന് തീരുമാനിക്കേണ്ടത്. പറ മോനെ, ഇനി എന്തിനാ ഒളിച്ചു വെക്കുന്നത്? എല്ലാരും അറിയട്ടെ. പറയ് സോളമ. അത് കേട്ടാ ചേച്ചിക്ക് തൃപ്തിയാവുമെങ്കിൽ അറിയട്ടെ എല്ലാരും. പറയേ. പറയാം. പക്ഷെ അതിനുമുമ്പ് നീ എനിക്കൊരു വാക്ക് തരണം. ഇത് കേട്ടിട്ട് വേറെ അബദ്ധമൊന്നും ചെയ്യില്ല എന്ന്. ചെയ്യില്ല, സത്യം. എന്നാ കേട്ടോ.
അന്ന് നിനക്കൊരു അപകടം ഉണ്ടായില്ലേ? നമ്മളെല്ലാരും വിചാരിച്ചത് അതൊരു മോഷണ ശ്രമമായിരുന്നു എന്നാ. അതൊരു മോഷണ ശ്രമമായിരുന്നില്ല. പിന്നെ പിന്നെന്താ എനിക്ക് സംഭവിച്ചത്? പറയാ. നിന്നെ വണ്ടി അടിക്കാൻ ശ്രമിച്ചത് ജെയിംസ് ആയിരുന്നു. റോഡി വീണ് തന്നെ അയാള് മയക്കുമരുന്ന് കുത്തിവെച്ച് ബോധം കെടുത്തി. എന്നിട്ട് നിന്നെ കൊണ്ടാവും പോയി. എന്നിട്ട് എന്താ സംഭവിച്ചത്? പറയാൻ. ഒരു പെൺകുട്ടിയുടെ ജീവിതത്തിൽ നടക്കാൻ പാടില്ലാത്ത അന്ന് നടന്നു. അവിടെ കൊണ്ടും തീർന്നില്ല. നീ അന്ന് ബോധം കെട്ട് വീണില്ലേ? ഹോസ്പിറ്റലിൽ വെച്ചാൽ ഞാൻ സത്യം അറിയുന്നു. ബോധം കെട്ടത് ടെൻഷൻ കൊണ്ടൊന്നുമല്ല. ഷീസ് ക്യാരി. ആ കുട്ടി ഒരു അമ്മയാവാൻ പോകുന്നു. ഇല്ല.